മഞ്ഞയാണ്. മഞ്ഞ മാത്രം കാണുന്ന ആൾക്കാർ. അവർക്ക് ജീവിക്കണം. ആരെ കൊന്നിട്ടും അവർക്ക് ജീവിക്കണം. ആര് സൂയിസൈഡ്, എത്രയോ പേര് സോഷ്യൽ മീഡിയ അബ്യൂസിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്നു അല്ലേ, മരിക്കപ്പെടുന്നു. പക്ഷെ രേണുസുതി അതൊന്നും ചെയ്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. രേണുസുതി വേറെ വിവാഹം കഴിക്കാൻ പോയില്ല. രേണുസുതി വേറെ ആരുടെയും പുറകെ നടന്നില്ല. നിങ്ങൾക്ക് കൊല്ലസുതിയുടെ അവകാശം ഉണ്ടോ? കൊല്ലസുതി നാളെ നിങ്ങൾക്ക് അവകാശം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉണ്ടല്ലോ. അപ്പൊ പേര് ഉപയോഗിക്കാനും ഫോട്ടോ വീട്ടിൽ നിങ്ങൾക്ക് അവകാശമില്ലേ? വീട്ടിൽ നിങ്ങൾക്ക് അവകാശം. രേണുസുതി, സുധി ലയം, പിന്നെ KHDC ഫിറോസ്. അപ്പൊ ഈ വിഷയങ്ങൾ, വീടുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം അവസാനിക്കാൻ പോകുന്നില്ല. ഇവര് ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം, ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ഒരു വിഷയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത് വേറെ കാര്യം. അവസാനിക്കാൻ പോകുന്നില്ല. അവസാനിക്കാനാണെങ്കിൽ എന്നേ ഇത് അവസാനിച്ചേനെ. ഇതൊന്ന് അവസാനിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ എവിടെന്നെങ്കിലും വീണ്ടും കുത്തിപ്പൊക്കും. പിന്നെ ഇതൊരു കോൺട്രവേഴ്സി ആവും. പിന്നെയും ഇത് പബ്ലിക്കിൽ വന്നിട്ട് ചർച്ചാ വിഷയമാവും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, വീടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷാരിക KVയുടെ ചാനലിനകത്ത് രേണുസുതി ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പോൾ അതിനകത്ത് വീണ്ടും ഈ ഒരു വീട് വിഷയം കൊണ്ടിടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിറോസ്, KHDC ഫിറോസ്, വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഫിറോസ് പ്രതികരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രേണുവിൻ്റെ കല്യാണ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഓൺലൈൻ മീഡിയാസ് രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഫിറോസ് ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലോ വീഡിയോയുടെ അടിയിലോ കണ്ട ഒരു കമൻറ്റ് ചെയ്യുന്നു. അങ്ങനെ വല്ലതും തീരുമാനം, കല്യാണം കഴിക്കാനുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ ആ വീട് ഇങ്ങ് തിരിച്ചു തന്നേക്കാൻ ഒരു കമൻറ്റ് ഇടുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുതി കമന്റിന് റിയാക്ട് ചെയ്യുന്നു. കമന്റിനുള്ള മറുപടിയായിട്ട് സ്റ്റോറി ഇടുന്നു, വീഡിയോ ഇടുന്നു. അങ്ങനെ വിഷയങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരാരെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് പോകണം, എന്നാൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് അവസാനം ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ആദ്യമേ ചെയ്തു വരുന്നുണ്ട്. ഈ ഒരു കോൺട്രവേഴ്സി ആദ്യം തൊട്ടേ ഞാൻ ചെയ്തു വരുന്നുണ്ടാണ്. കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് എവിടെയെങ്കിലും കാണുന്ന സമയത്ത് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പം ഷാരികയുടെ പുതിയൊരു വീഡിയോ ഞാനിപ്പോൾ ഇന്നലെ കാണാനിടയുണ്ടായി. ഞാൻ ഇവിടെ വീഡിയോ വയ്ക്കാം. അപ്പോൾ പുള്ളിക്കാരി ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾ, സപ്പോർട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രേണുസുതിയെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് അല്ലേ. അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അപ്പം ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട് 2 വർഷമാകുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്ത് മെയിൻ്റെനൻസ് വർക്ക് വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഒരുപാട് വിഷയങ്ങൾ. രേണുസുതി ഒരുപാട് ഓൺലൈൻ മീഡിയാസിന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂ കൊടുത്തതും അത്രമാത്രം വിഷയം ആയതൊക്കെ രേണുവിൻ്റെ ഫാദർ തങ്കച്ചനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം എന്തായാലും ഈ ഒരു സംഭവം, ഈ ഒരു വിഷയം അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ഇപ്പം ഷാരികയുടെ ഈ ഒരു വീഡിയോ കൂടെ. അപ്പോൾ ഞാൻ അതിവിടെ പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം രേണുസുതിയുടെ പേജിനകത്ത്, ഒഫീഷ്യൽ പേജിനകത്ത് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റോറീസും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ട്. അതും ഞാനിവിടെ കൊടുക്കാം. ആദ്യം ഷാരിക പറയുന്നത് ഇവിടെ ഞാൻ വെക്കാം. ഈ കിടന്ന് കറങ്ങേണ്ട കാര്യം, അടുത്ത ഉത്സവത്തിന് കോപ്പ് കൂട്ടാം അല്ലേ. ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാണ്, വേറൊന്നുമല്ല. രേണുസുതി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, രേണുസുതി വീടുമായിട്ട് ബന്ധപ്പെട്ട്, രേണുസുതി വിവാഹമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ തിരക്കുകൾ കൊണ്ടത് ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ മറുപടി പറയാൻ പറ്റുന്നില്ല. അവൾ എൻ്റെ ഫ്രണ്ടും കൂടെയാണ്, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്ക് അറിയാൻ പറ്റും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരു അന്തസ്സായിട്ട് ഗെയിം കളിച്ച് വർക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി വളരെ ബിസി ആയിട്ട് നടക്കുന്നു, പണിയെടുത്ത് ജീവിക്കുന്നു. പക്ഷെ ഇതൊന്നും സഹിക്കാത്ത കുറെ മഞ്ഞ മീഡിയകളുണ്ട്. സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. സാധാരണ ജനങ്ങളിൽ ഞാൻ ഇന്നും പറയുന്നു, രേണുസു നേരിട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു 10,000 പേര് കൂടും. കാരണം സാധാരണ ജനങ്ങൾ ഇതിൽ പെടുന്നില്ല. ഇതിൽ പെടുന്നവർ മുഴുവൻ മറ്റേ ടാബ്ലോയിഡ്സ് ആണ്, മഞ്ഞ മീഡിയ, പിന്നെ ടോക്സിക് പേഴ്സണാലിറ്റീസ്. ഞാൻ പറയട്ടെ, ഒരു 100 മീഡിയ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ അതൊരു 50% അല്ലെങ്കിൽ 40% നല്ല മീഡിയാസ് ഉള്ളൂ. ബാക്കി 60% മഞ്ഞയാണ്. മഞ്ഞ മാത്രം കാണുന്ന ആൾക്കാർ. അവർക്ക് ജീവിക്കണം. ആരെ കൊന്നിട്ടും അവർക്ക് ജീവിക്കണം. ആര് സൂയിസൈഡ്, എത്രയോ പേര് സോഷ്യൽ മീഡിയ അബ്യൂസിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്നു അല്ലേ, മരിക്കപ്പെടുന്നു. പക്ഷെ രേണുസുതി അതൊന്നും ചെയ്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. രേണുസുതി വേറെ വിവാഹം കഴിക്കാൻ പോയില്ല. രേണുസുതി വേറെ ആരുടെയും പുറകെ നടന്നില്ല. രേണുസുതി റിലേഷൻഷിപ്പിന്റെ പേരിൽ പിന്നെ എന്താ പറയാ ചീത്തപ്പേര് കേട്ടില്ല. രേണുസുതി മരിച്ചില്ല. രേണുസുതി ജീവിച്ച് അത് അങ്ങ് ചക്രവാകങ്ങൾക്കപ്പുറം അവരുടെ വിജയത്തിന്റെ വെന്നിക്കുടി നാട്ടിക്കൊണ്ടിരിക്കുന്നു.
അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത വിവാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അവരുടെ വീടിനെ കുറിച്ച്. ഞാനും രേണുസുധിയും തമ്മിലുള്ള ഇന്റർവ്യൂവില് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്റെ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ല എന്ന് എന്റെ തെറ്റ്. സത്യം പറഞ്ഞാൽ ലൈവ് ഇടേണ്ടതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. അവരുടെ വീട്ടില് ഞാൻ നോർമലി ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് പോയ സമയത്ത് അതായത് അവരുടെ വീടിന്റെ ഫ്രണ്ട് മുഴുവൻ പൊളിഞ്ഞ് പലയിടത്തുനിന്നും ഇടിഞ്ഞ് പൊളിഞ്ഞു വന്നു തുടങ്ങിയിരിക്കുന്നു. 1 year or 2 year മാത്രം പഴക്കമുള്ളൊരു വീട്. അത് ഞാൻ റെൻഡർ ചെയ്തു പറഞ്ഞു. അതിന് ഈ ബിച്ചു സ്ട്രോക്കിനെ പോലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് കിടന്ന് വിളിച്ചു പോകുന്നത്? എന്താണ് ഇവന്റെയൊക്കെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി മെഴുകണ നീയൊക്കെ. ഈ രേണുസൂടെ പറയാൻ എന്തിനാണ് നടക്കുന്നത്? ബിൽഡർ നിനക്ക് എന്തെങ്കിലും കൈക്കൂലി വന്നിട്ടുണ്ടോ? ആ ബിൽഡറുടെ നിന്ന് കരഞ്ഞുണ്ട് ശാരികയും അല്ലെങ്കിൽ രേണുസൂദിയും കൂടി രണ്ടാമത് പറഞ്ഞൊരു പേര് അവർക്ക് കച്ചവടം നീടോ മനുഷ്യ. കച്ചവടം ചെയ്യുമ്പോ അന്തസ്സായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് സത്യവാനാവണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കുറച്ചധികം സത്യസന്ധത കാണിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒരാൾക്ക് ഒരു വീട് ദാനം കൊടുക്കുമ്പോ അത് അതിനകത്ത് അവർക്ക് ജീവിക്കാനുള്ളതാണ്, അല്ലാതെ നാളെ പൊളിച്ചോണ്ട് പോകാനുള്ളതല്ല. ഓക്കെ, ഇവിടെ പുള്ളിക്കാരി ശാരിക പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രേണുസുധീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനി എന്റെ ഫ്രണ്ടാണ് രേണുസുധി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഫ്രണ്ടിനെ എനിക്ക് സപ്പോർട്ട് ചെയ്തേ മതിയാവും, കാരണം രേണു എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ആൾക്കാർ വിമർശിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഈ വീടിനകത്ത് ചോദിക്കുന്നത്. അതുപോലെ 2 വർഷം ആവുന്നതിന് മുമ്പേ വീട് ഒരു പുതിയ വീടിന്റെ അവസ്ഥ കണ്ടില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നെടുത്ത് ചെയ്യുന്നത്, സ്വന്തം കണ്ടന്റ് എടുത്ത് ചെയ്യാനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയം അപ്പം എനിക്ക് ശാരിക എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആർക്കും കൊടുക്കുന്നൊരു മറുപടിയാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു രേണുവിൻ്റെ വീട് വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ആദ്യം രേണുവിന് ഇന്റർവ്യൂ എടുക്കുന്നത് ശാരികയാണ് അല്ലേ? ആ സമയത്ത് ഇന്റർവ്യൂയുടെ മുമ്പിൽ ഇരുന്നിട്ട് എന്തൊക്കെയാണ്, അതൊരു നാടകമായിരുന്നു, സ്ക്രിപ്റ്റ് ആയിരുന്നു, അത് വേറെ കാര്യം. എന്തൊക്കെയാണ് അവിടെ ഇരുന്ന് വലിച്ചു കീറി രേണുവിനെ ഒട്ടിച്ച് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തത് അല്ലേ ശാരിക? അതിന് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, കിട്ടിയത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ ഇന്റർവ്യൂ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അത്രയ്ക്കും രീതിയിലാണ് ശാരിക അവിടെ ഇരുന്നിട്ട് രേണുവിനെ വലിച്ചു കീറി ഉപ്പിലിട്ടത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് നിങ്ങളെ ചാനലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങളെ ഒരു റീച്ചിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ആ പരിപാടി ചെയ്തത്? അപ്പം നിങ്ങളിത് പറഞ്ഞുകൊണ്ടാണ് ഈ റീച്ചിൻ്റെ പരിപാടിയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് നിങ്ങൾ വോട്ട് സീറ്റിൽ കയറി ഇരുന്നിട്ട് ഇത്രയും വീരവാദങ്ങൾ അടിച്ച നിങ്ങൾ, ഞാൻ ആ ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ വയ്ക്കാം. അടിച്ച നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ആ വീട്ടിൻ്റെ അവസ്ഥ പോയി നിങ്ങൾ നോക്കിയില്ല, കണ്ടില്ല, എന്നിട്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞില്ല? വോട്ട് സീറ്റിൽ കയറി ഇരുന്നിട്ട് കുറ്റം പറഞ്ഞ നിങ്ങളാണല്ലോ അല്ലേ? ആ നിങ്ങളാണ് ഇന്ന് നിങ്ങൾ മറ്റു പല ആൾക്കാരുടെ അടുത്തും അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറയുന്നത് അല്ലേ? അപ്പം അന്ന് ഈ പറഞ്ഞതുപോലെ ഈ ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ, കാര്യം തന്നെ കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരനോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ്. പക്ഷെ അതൊരു ഒരു ആ ഒരു പേര് ഒരു മിസ്യൂസ് ചെയ്യുമല്ലോ, മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് രേണുസുധി ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചത് അതിൽ കുറവുണ്ട്. ഈ ഒരു അടുത്ത സമയം വരെയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തിന് ബിഗ് ബോസിൽ പോയി നിന്നിട്ട് പോലും ആ പേരാണ് രേണുസുധി ആ ഒരു ബ്രാൻഡായിട്ട് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? സുധി എന്ന് പറഞ്ഞൊരു പേര് പുള്ളിക്കാരിക്ക് നിലനിൽക്കണമെങ്കിൽ ആ ഒരു പേര് വേണ്ടി വരും. അപ്പം നിങ്ങൾ തന്നെ ആ ഇൻ്റർവ്യൂവിൽ ആ ഒരു വീട്ടിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ആ KHDC ഫിറോസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ആ ഇൻ്റർവ്യൂ തന്നെ നിങ്ങളവിടെ രേണുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും അതിനുള്ള മറുപടി പറയുന്നതും. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് രേണു അവസാനം സമ്മതിച്ചു എന്ന്, നിങ്ങളെ വീട് ആണെന്ന് സമ്മതിച്ചു എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ വീട് വെച്ച് കൊടുത്ത കൊല്ലം സുധിയുടെ മക്കൾക്കാണെങ്കിലും അതിൻ്റെ അവകാശം രേണുവിനും ഉണ്ട്, ഇല്ലെന്നല്ല. കൊല്ലം സുധിയുടെ മക്കളാണല്ലോ അത്. അപ്പോൾ കൊല്ലം സുധിയുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ കൊല്ലം സുധിയുടെ മക്കളെ തള്ളയായ രേണുവിനും അതിന് അവകാശം ഉണ്ടല്ലോ എന്ന് കരുതി ആ ഒരു സാധാരണ അങ്ങനെയാണ്, ആരെങ്കിലും ദാനം ചെയ്യുന്ന സമയത്ത് അവരെ മക്കളെ പേരിലാണ് അത് എഴുതി കൊടുക്കുന്നത്. അതല്ല എൻ്റെ പേരിൽ തന്നെ എഴുതിയാൽ മാത്രമേ ഞാൻ ആ വീട് വൃത്തിയാക്കി സൂക്ഷിക്കൂ, ആ വീട്ടിൽ കയറൂ, ആ വീട്ടിൽ കടന്നുറങ്ങത്തുള്ളൂ, ആ വീട്ടിലെ പണികൾ മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യൂ എന്നുള്ളൊരു വാശി കൊണ്ട് നടക്കുന്നതേ ആ ഒരു മൈൻഡ് നല്ലതല്ല. കാരണം ഇതിപ്പോൾ രേണുസുധിയുടെ പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കളെ നാളെ അവിടുന്ന് അടിച്ചിറക്കത്തില്ല എന്ന് എന്താണ് അതിൻ്റെ ഒരു തെളിവ്?
നാളെ ഒരു സമയത്ത് ആ മക്കളെ അടിച്ചിറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മക്കളെ പേരിലേക്ക് ആ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കുന്നവർ ചെയ്യുന്ന സമയത്ത് എഴുതി വെക്കുന്നത്. അത് ആ ഒരു ഉദ്ദേശത്തോടുകൂടി, അല്ലാതെ വേറെ ഒന്നുമല്ല. അതൊന്നും പറയാൻ പറ്റത്തില്ല. നാളെ വേറെ ആരെങ്കിലും കൂടെ വന്നിട്ട് അവരും രണ്ടുപേരും കൂടെ വന്നിട്ട് മക്കളെയൊക്കെ അടിച്ചിറക്കുന്ന അങ്ങനെ ഒരു കാര്യങ്ങൾ വാർത്തകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് മറ്റാരെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്നത്. എന്തായാലും ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ ഇവിടെയും കൂടെ കൊടുക്കാം. അന്ന് ശാരിക രേണുവിനെ എടുത്ത ഇൻ്റർവ്യൂ, ഇത് സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂ ആണ്. ബിഗ് ബോസ് ചെയ്യുന്നിട്ട് ഇവർ തമ്മിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അന്ന് ഇവർ ഈ ശാരിക ഇത്രയും ന്യായപ്പെടുന്ന ശാരിക റീച്ചിന് വേണ്ടിയിട്ടും അത് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടും ചെയ്തൊരു പരിപാടിയാണല്ലോ. അപ്പം അത്രയും അത് അങ്ങനെ കൂട്ടിയാൽ അപ്പം നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കാൻ പോകുന്ന സമയത്ത് അത് നിങ്ങൾ എന്തായിരുന്നു എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് എത്രയും ഇതായിട്ട് ഞാൻ പറഞ്ഞത്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ല. മനസ്സിലായി? നിങ്ങൾക്ക് കൊല്ലസുതിയുടെ അവകാശം ഉണ്ടോ? കൊല്ലസുതി നാളെ നിങ്ങൾക്ക് അവകാശം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉണ്ടല്ലോ. അപ്പൊ പേര് ഉപയോഗിക്കാനും ഫോട്ടോ വീട്ടിൽ അവകാശമില്ലേ? വീട്ടിൽ നിങ്ങൾക്ക് അവകാശമില്ല. അവകാശമില്ലെന്നല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ വീടല്ല, എനിക്ക് ആരുമില്ല, എന്റെ പേര് എഴുതുന്നില്ല എന്ന് തന്നിട്ടില്ല. അത് ഞാൻ എവിടെയും പറയും. അത് സത്യമല്ലേ? കൊല്ലസുതിയുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? ഒരുപാട് വസ്ത്രങ്ങളില്ല, ഉള്ള 2-3 സൂക്ഷിച്ചു. അത് ആരുടെ അവകാശത്തിലുള്ളതാ? നിങ്ങളുടെ അവകാശത്തിലുള്ളത്. അതിന്റെ കസ്റ്റോഡിയൻ ആരാ? രക്ഷാധികാരി രേണുസുതി ആണോ? അപ്പൊ പിന്നെ കൊല്ലസുതിയുടെ വീടും അങ്ങനെ തന്നെയല്ലേ? ശരിക്കും ഞാൻ അവരുടെ അമ്മയായോണ്ട് ആ വീട് ഞാൻ താമസിക്കുന്നു. അപ്പൊ എന്റെ കൂടെ വിടാം. പക്ഷെ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രം. അമ്മയെക്കാളും മുമ്പ് നിങ്ങൾ കൊല്ലസുതിയുടെ ഭാര്യയല്ലേ? ഭാര്യയെ കഴിഞ്ഞല്ലേ അമ്മയാവുന്നത്? ഓക്കെ, ഒടുവിൽ നിങ്ങൾ സമ്മതിച്ചു അത് നിങ്ങളുടെ വീടാണെന്ന്. എന്തായാലും രേണുസുതി കഴിഞ്ഞ ഹോട്ട്സിൽ വന്നിരുന്നു പറഞ്ഞാൽ അത് എന്റെ വീടല്ലെന്ന്. എന്തായാലും ഞങ്ങൾ അത് ഞാൻ ആധാരത്തിൽ എന്റെ വീടല്ല എന്നാണ് ഞാൻ. അതേ പിന്നെയും തുടങ്ങി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ രേണുസുതിയുടെ ഭാര്യ, രേണുസുതി എന്ന് പറയുന്ന സുധിയുടെ ഭാര്യയാണ്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കല്ലേ അവകാശം വീടിന്? എനിക്കാണ് അവകാശം വീടിന്? എന്നോടാണോ ചോദിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് അവകാശം എന്ന് പറഞ്ഞാൽ പിള്ളേരെ നോക്കുക, അവിടെ നിൽക്കുക, അത്രേ ഉള്ളൂ. അതെന്റെ ജോലിയാണ്, കർത്തവ്യം. കൊല്ലസുതിയുടെ മക്കളില് നിങ്ങൾക്ക് അവകാശം ഉണ്ടോ? ഉണ്ടല്ലോ. 2 മക്കളുടെ അവകാശം. 2 മക്കളിലും പരിപൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട്. പരിപൂർണ്ണ അവകാശം ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ വീട്, അതായത് കൊല്ലസുതിയുടെ മക്കൾക്ക് നൽകിയ വീടും നിങ്ങൾക്ക് അവകാശം ഇല്ലെന്ന്? അവകാശം ഇല്ലെങ്കിൽ, അവകാശം എന്ന് ഞാൻ പറയുന്നത് എഴുതി തന്നിട്ടില്ലാരും. എന്നാലും മക്കളുടെ അമ്മയായതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു. എത്ര നാൾ താമസിക്കുമെന്ന് എനിക്കറിയില്ല, അത്രയും നാൾ താമസിക്കും. എനിക്കിപ്പോ ഒരു ചെറിയ സങ്കടം തോന്നുന്നുണ്ട്. എന്താണ്? ആ വീട് അംഗീകരിക്കാതെ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇനി ഉപേക്ഷിക്കൂ ഭാവി? ഒരിക്കലും ഇല്ല, മരിച്ചാലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കത്തില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് വീട് അംഗീകരിക്കാതെ? അംഗീകരിക്കുമല്ലോ, ഞാൻ ആ വീട്ടിൽ തന്നെയാണ്. ഇന്നും ഞാൻ ആ വീട്ടിൽ നിന്നാണ് കിടന്നിറങ്ങി വന്നത്. അത് എന്റെ വീടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് പേരിൽ എന്റെ എഴുതി തന്നിട്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പിള്ളേർ, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. സുധിച്ചേട്ടന്റെ 2 മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഹോട്ട്സ് കേട്ടല്ലോ, ശാരിക പറഞ്ഞ കേട്ടല്ലോ. പിന്നെ ഈ ഫിറോസിന്റെ ഭാഗം എടുത്തു നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് അവകാശം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ വീട് തിരിച്ചു തരണം. അതിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു വീട് ദാനം കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവരിനി എങ്ങനെ ജീവിച്ചാലും പുള്ളിക്ക് എന്താണ്. അപ്പം കല്യാണം കഴിക്കുവാണെങ്കിൽ അത് ആ വീട് തിരിച്ചു തരണമെന്ന് പറയുന്നതിനൊന്നും അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വേറെ ആരും. പക്ഷേ നമുക്കൊരു ദാനം കിട്ടിയ വീട്ടിൻ്റെ മെയിൻ്റനൻസ് വർക്കും പണികളൊക്കെ നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സമയം വരുന്ന സമയത്ത് അത് നമ്മൾ ചെയ്യുക, അതാണ് വേണ്ടുന്നത്. ഇപ്പം രേണുസുതിക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ആ വീട്ടിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ വന്നാൽ തന്നെ ചെയ്യാനൊക്കെയുള്ള അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ട്. അപ്പം വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക്, ആ ഒരു വീട്ടിൻ്റെ വിഷയത്തിലേക്ക് വീണ്ടും അനാവശ്യമായിട്ട് ആ ബിൽഡറെ വലിച്ചിടുന്നത് ശരിയല്ല. ഇത് വീണ്ടും വലിച്ചിട്ടത് ഇവർ 2 കൂടെ ചേർന്നിട്ടാണ്. ശാരികയും അതുപോലെ രേണു കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വിഷയം ഇന്റർവ്യൂവിനകത്ത് വരുന്നതും വീണ്ടും ഈ ഒരു വിഷയം എടുത്തിടുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് KGDC ഫിറോസ് ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു പ്രതികരണമായിട്ട് വരുന്നതും കമന്റ് ഇടുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി വീട് വെച്ച് കൊടുത്തെന്ന് പറഞ്ഞിട്ട് നായ്ക്ക് 40 വട്ടം അവിടെ കയറി ഇറങ്ങി പ്രൊമോഷൻ നടത്താനോ അല്ലെങ്കിൽ ഇതിനൊന്നും വരുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ ഇവരങ്ങോട്ട് പോയോണ്ടാണ് പുള്ളി വീണ്ടും പ്രതികരിച്ച് ഇങ്ങോട്ട് വന്നത്. പുള്ളി തന്നെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാരണം ഉപദ്രവിക്കല്, കാരണം നമ്മളെങ്ങനെയും ജീവിച്ചു പോട്ടെ. കാരണം നിങ്ങൾക്കൊരു വീട് വെച്ച് തന്നിട്ട് ഇപ്പം ആകെ ബിസിനസ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വീണ്ടും ഈ ഒരു വിഷയം എടുത്തിക്കൊണ്ട് വരുന്നത് ഈ ശാരികയും രേണുവും കൂടെ തന്നെയാണ്, അല്ലാതെ വേറെ ആരും. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ രേണുവിൻ്റെ ഫേസ്ബുക്കിനകത്ത് രേണു ഇട്ടേക്കുന്ന പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാനിവിടെ വയ്ക്കാം. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ രേണു ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ നിനക്ക് വീട് വെച്ച് തന്നു, അതുകൊണ്ട് നീ എൻ്റെ കൺട്രോളിൽ ജീവിച്ചോണം എന്ന്. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരൻ എവിടെയും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഇതുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുമില്ല. പുള്ളിക്കാരൻ വീട് വെച്ച് കഴിഞ്ഞു,
അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ്റെ വാട്ടിന് പോവുകയും ചെയ്തു. പിന്നെ വീട് ചോരുന്നു എടുക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പുള്ളിയെ പേഴ്സണലായിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച് അതിൻ്റെ ബിൽഡർ ആരാണോ അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആരാണോ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് അതിൻ്റേതായിട്ടുള്ള നടപടിയിൽ മുമ്പോട്ട് പോകണമായിരുന്നു. അല്ലാതെ നിങ്ങൾ ചാടിക്കേറി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ ഒരു 10-20 ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ട് അവരെ ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ സംസാരിച്ചാണ് പ്രശ്നങ്ങളിലേക്ക് പോയത്. അടുത്ത പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന ഒരു നന്മ മരത്തിൻ്റെ കമൻ്റാണ് ഫോട്ടോയിലുള്ളത്. പുള്ളി ഇട്ടേക്കുന്ന കമൻറ്റ്, പിന്നെ ഞാൻ വേറെ വിവാഹമൊന്നും കഴിക്കില്ല, നിങ്ങളുടെ നിബന്ധനകൾ അനുസരിച്ച് ജീവിച്ചോളാം എന്നൊന്നും പറഞ്ഞല്ലല്ലോ ആ വീട് കൈപ്പറ്റിയത്. നമ്മുടെ നാട്ടിലെ മിക്ക സോക്കാള് നന്മയോളികളെയും ചിന്ത ഇങ്ങനെയാണ്, എൻ്റെ നന്മ എൻ്റെ ഔദാര്യമാണ്, അതുകൊണ്ട് അത് കൈപ്പറ്റിയാൽ എൻ്റെ കൺട്രോളിൽ ജീവിച്ചോണം എന്നത്. ചാരിറ്റി കൺട്രോൾ. ഒരു വീട് വെച്ച് നൽകിയതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയും ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരമൊന്നുമില്ല. പുള്ളി നിങ്ങളുടെ ജീവിതം നിയന്ത്രിച്ചുകൊണ്ടൊന്നും വരുന്നതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. പുള്ളി ആകെ ഇട്ടൊരു കമൻ്റാണ് അങ്ങനെ ഇട്ടത്. കമൻറ്റ് ഇടാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു വിഷയം കൊണ്ടുവന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ശാരികയും രേണു സുധിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വിഷയം ആ ഇൻ്റർവ്യൂവിൽ എടുത്തിട്ടത്. കാരണം ഈ ഒരു വിഷയം ക്ലോസ് ആയതാണ്. ഇപ്പം ഇവിടെ ശാരിക പറയുന്നുണ്ടല്ലോ, ബിൽഡർ വീട് വെച്ച് കൊടുത്തത് പ്രൊമോഷനാണ്, കാര്യങ്ങൾക്കാണ്, അത്രയും മോശം വീടൊക്കെയാണ് വെച്ചു കൊടുത്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല പ്രശ്നങ്ങൾ. വീട് വെച്ചു കൊടുത്ത മതിൽ കെട്ടിക്കൊടുത്തിട്ടുള്ള മറുനാടനെതിരെയും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മറുനാടനെ വിമർശിച്ചുകൊണ്ടൊക്കെ രേണുസുധിയുടെ അച്ഛൻ പറഞ്ഞതൊക്കെ നമ്മളെല്ലാവരും കേട്ടാണ്. അപ്പം മൊത്തത്തിൽ ടോട്ടൽ അത് മാത്രമല്ല, വീട് വെക്കാൻ വസ്തു കൊടുത്തിട്ടുള്ള അച്ഛൻ്റെ അവസ്ഥ. പുള്ളിക്കാരനെ ഇപ്പോൾ എവിടെയാണെന്നുണ്ട് കുറേ നാളായി പുള്ളിക്കാരനെ കണ്ടിട്ട്. രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കണ്ടേ, അതിനുശേഷം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരെ എന്തായാലും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പോകുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനെതിരെ എല്ലാം സംസാരിച്ച സമയത്താണ് അവർ പ്രതികരിച്ചത്, അല്ലേ? അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളായിരുന്നു. പക്ഷേ അനാവശ്യമായിട്ട് എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയ, കുറച്ച് ക്യാമറകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നിടത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെന്നുള്ളൊരു ധാരണയിൽ എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് കൊണ്ടിട്ട് പ്രശ്നമാക്കിക്കൊണ്ടാണ് ഇത് ഇത്രയും ഒരു വിഷയത്തിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.